ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ ബാക്കിലത്തെ ഷോക്ക് അബ്സർ ചെറിയൊരു വർക്കിംഗ് കുറവുള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റിയർ സൈഡ് ബാക്കിലത്തെ വീലിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഷോക്കിൻ്റെ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. നിലവിൽ ആക്ഷനൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ ഷോക്ക് ഇട്ടാലും അധികം കൂടുതൽ ആക്ഷൻ പ്രതീക്ഷിക്കില്ല. അതിന് ബാക്ക് സൈഡ് അത്ര ആക്ഷനൊക്കെ കിട്ടുള്ളൂ. പിന്നെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചു. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉണ്ട്. കമ്പനി ലൈനർ കിടക്കണേ. ഈ ഒരു സർവീസൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിടാം. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ലീക്ക് വന്നേക്കണത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാണ് ലീക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നതാണ്. അത് നമ്മൾ ആ ഓയിലിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അഴിക്കേണ്ടി വരും. ഈ സെക്ഷൻ ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ മാറ്റാൻ പറ്റുള്ളൂ. അഴിച്ചാൽ ഓയിൽ സീൽ, അതേപോലെ തന്നെ അതിൻ്റെ ബെയറിങ്, ഗ്യാസ്കറ്റ് അടക്കം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും നല്ല ലീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഴിച്ച് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ബാക്ക് ടയർ ഏറെക്കുറെ ആയിട്ടുണ്ട്, അതിൻ്റെ ലൈഫിലേക്ക് ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേക്കാം, ഇടയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡ് വരുമ്പോഴത്തേക്ക് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്, നമുക്ക് തന്നെ എയർ അടിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ ക്ലീൻ ചെയ്തിട്ടാൽ മതി, കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ബെൻഡെക്സ്, ഈ ഭാഗങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിടുന്നുണ്ട്. വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബെൽറ്റ്, കമ്പനി ബെൽറ്റൊക്കെ കിടക്കണത് ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ കിടന്ന് ഓടിക്കോളും, കുഴപ്പമില്ല കേട്ടോ. ആരംഭമാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് നോക്കാം. കൂടുതലായിട്ട് പൊട്ടൽ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിക്കളയാം കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിൾ രണ്ട് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. രണ്ട് കേബിളുകൾ ഓക്കെയാണ്. ഫ്രണ്ട് ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് കേബിളാണ് ഫ്രണ്ടിലേക്ക് വരാം. അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരു കേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറെല്ലാം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗം നോക്കി ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. ഫ്രണ്ട് ഷോക്കായാലും വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി 2025 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. നമുക്കതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. 13.15 വരെ കാണിക്കുന്നുണ്ട്. നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 9.35 വരെ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. നല്ല ഓടിക്കോളും, പ്രശ്നമൊന്നുമില്ല. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹെഡ് ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല അടി കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ബോൾട്ടിൻ്റെ ആ ഭാഗം ഉള്ളിൽ പൊട്ടിപ്പോയേക്കണതാണ്. അപ്പോൾ തൽക്കാലം വേറെ സ്ക്രൂ ഇട്ട് പിടിപ്പിച്ചേക്കണതാണ്. അത് ലൂസായതാണ് ആ സൗണ്ട് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഓയിൽ നല്ല ഓയിലായിട്ടാണ് കാണുന്നത് കേട്ടോ. അത്യാവശ്യം ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ തൽക്കാലം മാറ്റേണ്ടതായിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിക്കണം. ഗിയർ ബോക്സ് അഴിച്ചിട്ട് അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി ഓയിലടക്കം മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ ജനറലായിട്ട് സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ്, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് ഒരു 7 മണിക്കുള്ളിലാണ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. വാട്ടർ സർവീസ് ഉണ്ടല്ലോ, അപ്പോൾ അതടക്കം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആവും. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.